ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. നമ്മളിന്ന് കാണാൻ പോകുന്നത് രാസ്ത എന്ന മൂവിയാണ്. 22 വർഷങ്ങളായിട്ട് ഒമാനിലെത്തിയ ശേഷം നാട്ടിലേക്ക് തിരിച്ചെത്താത്ത തന്റെ അമ്മയെ തേടി ഒരു മകൾ ഒമാനിലേക്ക് വരുന്നു. എന്നാൽ അമ്മയെ അന്വേഷിച്ചിറങ്ങിയ ആ യാത്രയിൽ അവൾ വലിയൊരു മരുഭൂമിക്കുള്ളിൽ പെട്ടുപോയാലുള്ള അവസ്ഥയൊന്ന് ആലോചിച്ച് നോക്കൂ. അപ്പൊ നമുക്ക് ഒട്ടും താമസിക്കുന്ന മൂവിയിലേക്ക് കിടക്കാം. അതിനുമുമ്പ് ആദ്യമായിട്ട് ചാനൽ വന്നിട്ടുള്ളവർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഈ വീഡിയോ ലൈക്ക് ചെയ്യാനും മറക്കണ്ട. മൂവിയുടെ തുടക്കം തന്നെ കാണിക്കുന്നത് ഒമാൻ എന്ന രാജ്യമാണ്. അവിടെ ഭരതൻ എന്ന് പറയുന്ന ഒരാള് അയാളുടെ പിറന്നാൾ ആഘോഷങ്ങൾ നടത്തുകയാണ്. മുജീബ് എന്നൊരാളും അതിൽ പങ്കെടുക്കുന്നുണ്ടായിരുന്നു. മുജീബ് നമ്മുടെ നായകനായ ഫൈസലിനെ വിളിച്ചിട്ട് പറയുന്നുണ്ട്, രാവിലെ നമുക്ക് എയർപോർട്ടിലേക്ക് പോകണ്ടേന്ന്. മുജീബും ഫൈസലും ചേർന്നിട്ട് ഷഹാന എന്ന് പറയുന്ന ഒരു പെൺകുട്ടിയെ കൂട്ടിക്കൊണ്ടുവരാൻ വേണ്ടിയിട്ട് നാളെ രാവിലെ എയർപോർട്ടിലേക്ക് പോകുന്നുണ്ട്. ഇന്ത്യയിൽ നിന്ന് വരുന്ന ഷഹാനെ കൂട്ടിക്കൊണ്ടുവരാൻ ഫൈസലിനെ ഏർപ്പാടാക്കിയത് സലീം എന്ന് പറയുന്ന ഒരാളായിരുന്നു. ഷഹാനയ്ക്ക് കുറച്ചുനാൾ സ്റ്റേ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള സൗകര്യങ്ങളെല്ലാം തന്നെ ഫൈസലാണ് ഒരുക്കുന്നത്. ഫൈസലിന്റെ കൂടെ വർക്ക് ചെയ്യുന്ന ദിവ്യ എന്ന് പറയുന്ന പെൺകുട്ടി താമസിക്കുന്നിടത്താണ് ഷഹാനെ താമസിപ്പിക്കാൻ അവർ തീരുമാനിച്ചിരിക്കുന്നത്. അവൻ രാവിലെ തന്നെ ദിവ്യയെ വിളിച്ച് ചോദിക്കുന്നുണ്ട്, താമസമെല്ലാം ഓക്കെ അല്ലേ എന്ന്. ഓക്കെ ആണെന്ന് അവൾ പറയുന്നു. ഇവർക്ക് രണ്ടുപേർക്കും പരസ്പരം ഇഷ്ടമാണ്. എന്നാൽ രണ്ടുപേരും തങ്ങളുടെ ഇഷ്ടം തുറന്നു പറഞ്ഞിട്ടില്ല. മുജീബിനെ കൂട്ടാൻ വേണ്ടിയിട്ട് ഫൈസൽ നേരെ പോകുന്നത് സാബിക എന്ന് പറയുന്ന ആളുടെ കടയിലേക്കാണ്. അങ്ങനെ അവിടെ നിന്നും രണ്ടുപേരും ചേർന്നിട്ട് നേരെ എയർപോർട്ടിലെത്തുന്നു. ഷഹാന അപ്പോഴേക്കും ഫ്ലൈറ്റ് ഇറങ്ങി അവിടെ വന്നിട്ടുണ്ടായിരുന്നു. അങ്ങനെ അവളെയും കൂട്ടി നേരെ പോകുന്നത് അവൾക്ക് താമസിക്കാനുള്ള സ്ഥലത്തേക്കാണ്. സലീമിക്ക് എങ്ങനെയാ ഷഹാനിക്ക് പരിചയം എന്ന് ചോദിക്കുമ്പോൾ തന്റെ ഒരു കൂട്ടുകാരിയുടെ സഹോദരനാണ് സലീമിക്ക എന്നാണ് അവൾ പറയുന്നത്. 22 വർഷങ്ങൾക്ക് മുമ്പ് ഇവിടേക്ക് വന്ന അവളുടെ ഉമ്മയെ തേടിയായിരുന്നു ഷഹാന വന്നിരിക്കുന്നത്. ഉമ്മ എവിടെയെങ്കിലും ഉണ്ടെങ്കിൽ കണ്ടുപിടിച്ച് നാട്ടിലേക്ക് കൂട്ടിക്കൊണ്ടു പോകണം. പോകുന്ന വഴിക്ക് അവർ ആഹാരം കഴിക്കാൻ കയറുന്നുണ്ട്. മാത്രമല്ല ദിവ്യ അവനോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു കുറച്ച് പൂക്കൾ വാങ്ങിച്ചുകൊണ്ട് വരണമെന്ന്. അവള് പറയാതെ തന്നെ അവൻ കുറച്ച് മുല്ലപ്പൂ കൂടി അവൾക്ക് വേണ്ടി വാങ്ങി. മുജീബിനെ ഇടയ്ക്കിടയ്ക്ക് അവന്റെ ഭാര്യ വിളിക്കുമായിരുന്നു. എന്നാൽ ഭാര്യ ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് വിളിക്കുന്നത് അവൻ ഇഷ്ടമുള്ള കാര്യമല്ല. അത് കാരണം പലപ്പോഴും തിരക്കാണെന്ന് പറഞ്ഞിട്ട് അവൻ ഫോൺ കട്ട് ചെയ്യുന്നതും പതിവാണ്. അതിനുശേഷം ഷഹാനയും കൊണ്ട് അവർ നേരെ പോകുന്നത് ദിവ്യ താമസിക്കുന്നിടത്താണ്. ദിവ്യയുടെ കൂടെ റിമ എന്ന് പറയുന്ന ഒരു പെൺകുട്ടി കൂടി അവിടെ താമസിക്കുന്നുണ്ടായിരുന്നു. നാളെ രാവിലെ ഷഹാനെ ഞാൻ നിങ്ങളുടെ അടുത്തേക്ക് കൊണ്ടുവരാമെന്ന് ദിവ്യ പറയുന്നുണ്ട്. രാത്രിയിൽ ഫൈസലാകട്ടെ ദിവ്യയെ വിളിക്കുന്നു. ദിവ്യ അവനോട് ചോദിക്കുന്നുണ്ട്, ആ കൂട്ടത്തിൽ ഞാൻ പറയാതെ തന്നെ കുറച്ച് മുല്ലപ്പൂ കൂടി ഉണ്ടായിരുന്നല്ലോ എന്ന്. അത് ഞാൻ വെറുതെ വാങ്ങിയതാണെന്നാണ് അവൻ പറയുന്നത്. പലപ്പോഴായിട്ട് തന്റെ ഇഷ്ടം തുറന്നു പറയണമെന്ന് അവൻ മനസ്സിൽ വിചാരിക്കുമെങ്കിലും ഇതുവരെ അവന്റെ ഇഷ്ടം അവൻ ദിവ്യയോട് തുറന്നു പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല. ഷഹാന ശരിക്കും തന്റെ ഉമ്മയ്ക്ക് എന്താണ് സംഭവിച്ചതെന്ന് ദിവ്യയോടും റിമയോടും പറയുന്നുണ്ട്. ഷഹാനയ്ക്ക് 2 വയസ്സുള്ളപ്പോൾ അവളുടെ ഉപ്പയ്ക്ക് വയ്യാതെയായി. ചികിത്സയ്ക്കും മറ്റും കാശിന് വേണ്ടിയിട്ടാണ് അവളുടെ ഉമ്മ ഇവിടേക്ക് ജോലിക്ക് വന്നത്. നല്ല ശമ്പളം ഉണ്ടായിരുന്നു. അങ്ങനെ 1 വർഷം ജോലിയൊക്കെ ചെയ്ത് അവളുടെ ഉപ്പയുടെ രോഗമൊക്കെ മാറിക്കഴിഞ്ഞപ്പോൾ അവളുടെ ഉമ്മ നാട്ടിലേക്ക് തിരിച്ചു വന്നിരുന്നു. എന്നാൽ അവളുടെ ഉപ്പയാകട്ടെ നിർബന്ധിച്ച് അവളുടെ ഉമ്മയെ വീണ്ടും ഒമാനിലേക്ക് തിരിച്ചയച്ചു. നല്ല ശമ്പളമല്ലേ, എന്തിനാ ജോലി കളയുന്നതെന്ന് പറഞ്ഞിട്ട്. അങ്ങനെ മനസ്സോടെയാണ് ഉമ്മ വീണ്ടും തിരിച്ച് ഒമാനിലേക്ക് വന്നത്. അത് കഴിഞ്ഞ് 1 വർഷം കഴിഞ്ഞപ്പോൾ അവളുടെ ഉമ്മ ആരിൽ നിന്നും അറിയുന്നുണ്ട് അവളുടെ ഉപ്പയ്ക്ക് മറ്റൊരു സ്ത്രീയുമായിട്ട് ബന്ധമുണ്ടെന്ന്. അതറിഞ്ഞ ഉടനെ അവളുടെ ഉമ്മ നാട്ടിലേക്ക് തിരിച്ചെത്തി അതിനെപ്പറ്റി ചോദിക്കുകയൊക്കെ ചെയ്തു. എന്നാൽ ഉപ്പായും ബന്ധുക്കാരും എല്ലാം തന്നെ ഉമ്മയാണ് കുറ്റപ്പെടുത്തിയത്. അവർക്ക് സംശയരോഗമാണെന്ന് പറഞ്ഞിട്ട് അവരെ എല്ലാവരും മോശക്കാരിയാക്കി. അങ്ങനെ തന്നെ ആരും മനസ്സിലാക്കാത്ത സമയത്ത് അവളുടെ ഉമ്മ തിരിച്ച് ഒമാനിലേക്ക് പോയി. പിന്നെ തിരിച്ചു വന്നതേയില്ല. അതിനുശേഷം ഏത് സ്ത്രീയുമായിട്ടാണോ ബന്ധമുണ്ടായിരുന്നു എന്ന് പറഞ്ഞത് ആ സ്ത്രീയെ തന്നെ ഉപ്പ വിവാഹം കഴിക്കുകയും ചെയ്തു. അതിലിപ്പോൾ ഇവൾക്കൊരു അനിയനും ഉണ്ട്. പലരും പറഞ്ഞു കേട്ട അറിവ് മാത്രമായിരുന്നു അവൾക്ക് അവളുടെ ഉമ്മയെ പറ്റി ഉണ്ടായിരുന്നത്. ഈ അടുത്തിടെ അവളുടെ ഉപ്പയ്ക്ക് സുഖമല്ലാതെ കിടപ്പായി. അവളുടെ ഉമ്മയോട് ചെയ്ത് തെറ്റാലോചിച്ചിട്ട് അവളുടെ ഉപ്പയ്ക്ക് ഒരുപാട് സങ്കടമുണ്ടായിരുന്നു. കുടുംബത്തിന് വേണ്ടി ഇത്രയും കഷ്ടപ്പെട്ട എന്റെ ഉമ്മയെ എല്ലാവരും കൂടി സംശയരോഗിയാണെന്ന് പറഞ്ഞിട്ടാണ് അവിടെ നിന്നും പറഞ്ഞു വിട്ടത്. ആ ഉമ്മയെ കണ്ടുപിടിച്ച് നാട്ടിലേക്ക് തിരിച്ചു കൊണ്ടുപോകാനാണ് അവള് വന്നിരിക്കുന്നത്. പിന്നീട് കാണിക്കുന്നത് അവർ സലീമയ്ക്ക് കാണാൻ പോകുന്നതാണ്. ഒരു ഒമാനി കുടുംബത്തിൽ ജോലി ചെയ്യുന്ന മലയാളിയായ ഒരു സ്ത്രീയെ പറ്റി ഇവർക്ക് വിവരം കിട്ടിയിട്ടുണ്ടായിരുന്നു. അത് ഷഹാനയുടെ ഉമ്മയാണോ അല്ലയോ എന്ന് പോയി നോക്കണം. അവരുടെ പേരും ഷഹാനയുടെ ഉമ്മയുടെ പേരായ ഫാത്തിമ എന്ന് തന്നെയാണ്. അവരെ നേരിട്ട് കാണാൻ വേണ്ടിയായിരുന്നു സലീം ഷഹാനയെ ഇവിടേക്ക് വിളിച്ചു വരുത്തിയത് തന്നെ. ഉമ്മയുടെ ഒരു ഫോട്ടോ മാത്രമേ ഷഹാനയുടെ കയ്യിലുണ്ടായിരുന്നുള്ളൂ. എന്നാൽ ആ ഫോട്ടോയിൽ അവരുടെ മുഖം ക്ലിയറുമല്ലായിരുന്നു. മാത്രമല്ല അവർ ലാസ്റ്റായിട്ട് അയച്ച ആ കത്തുകളുടെ അഡ്രസ്സ് വെച്ച് നോക്കുവാണെങ്കിലും ഏകദേശം ഈ സ്ഥലത്തിന്റെ അടുത്തൊക്കെ തന്നെയാണ്. എന്നാൽ ഇപ്പൊ നമുക്ക് ആ ഉമ്മാനി കുടുംബത്തിലേക്ക് പോകാൻ പറ്റില്ല. അവർ മക്കത്ത് ഉംറ ചെയ്യാൻ പോയിരിക്കുകയാണ്. അവർ തിരിച്ചു വരുമ്പോഴേക്കും നമുക്ക് അവിടെ പോയി ഷഹാനയുടെ ഉമ്മയാണോ അതെന്ന് ഉറപ്പുവരുത്താമെന്ന് സലീം പറയുന്നു. മാത്രമല്ല ഇനി അതാ സ്ത്രീ അല്ലെങ്കിൽ പോലും വേറെ എവിടെയെങ്കിലും ഷഹാനയുടെ ഉമ്മ ജീവിച്ചിരിപ്പുണ്ടോ എന്ന് അറിയാൻ വേണ്ടിയിട്ട് അവർ പല ആൾക്കാരെയും വിളിച്ച് അന്വേഷിക്കുന്നു. ഷഹാനയും ദിവ്യയും വീട്ടിൽ കൊണ്ടുവിടാൻ വേണ്ടിയിട്ട് ഫൈസൽ അവരെയും കൊണ്ട് കാറിൽ പോകുന്ന സമയത്ത് ഫൈസലിന്റെ സഹോദരി അവനെ വിളിക്കുന്നു. നീ ദിവ്യയോട് കാര്യങ്ങൾ പറഞ്ഞോന്ന് ചോദിക്കുന്നു. ഇല്ല എന്നാണ് അവൻ പറയുന്നത്. പക്ഷെ നീ നാട്ടിൽ വരുമ്പോൾ നിനക്ക് വേണ്ടിയിട്ട് ഇവിടെ ഒരു പെണ്ണിനെ സെറ്റാക്കി വെച്ചിട്ടുണ്ട്. നീ ദിവ്യയോട് കാര്യങ്ങൾ പറഞ്ഞില്ലെങ്കിൽ ആ പെൺകുട്ടിയെ തന്നെ നിനക്ക് കല്യാണം ആലോചിക്കുമെന്നാണ് അവർ പറയുന്നത്. ഇനി നിനക്ക് പറയാൻ പറ്റിയില്ലെങ്കിൽ നീ ദിവ്യയുടെ നമ്പർ തനിക്ക് അയച്ചു തന്നാൽ മതി, താൻ സംസാരിക്കാമെന്നും അവന്റെ സഹോദരി അവനോട് പറയുന്നു. ഇവരുടെ ഈ സംസാരം ഒന്നും തന്നെ ദിവ്യ കേൾക്കാതിരിക്കാൻ വേണ്ടിയിട്ട് അവൻ മനഃപൂർവ്വം വലുതായിട്ടൊന്നും തന്നെ പറയുന്നില്ല. പെട്ടെന്ന് തന്നെ ഫോൺ വെക്കുന്നു. ദിവ്യക്ക് തന്നെ ഇഷ്ടമാണെന്ന് അവനും അറിയാം. അവന് തന്നോട് ചെറിയൊരു ഇഷ്ടമുണ്ടെന്ന് ദിവ്യക്കും അറിയാം. പിന്നീടുള്ള ദിവസങ്ങളിൽ അവർ 3 പേരും ചേർന്നിട്ട് ഒമാന്റെ പല ഭാഗങ്ങളും സന്ദർശിക്കുന്നു. ഇവരെല്ലാവരും വലിയ കൂട്ടായിരുന്നു. എന്നാൽ ഒരുമിച്ച് പോകുന്ന ആ യാത്രകളിലെല്ലാം തന്നെ ഫൈസല് ഷഹാനെ കെയർ ചെയ്യുന്നത് ദിവ്യക്ക് അത്ര ഇഷ്ടപ്പെടുന്നില്ല. പതിയെ പതിയെ ഫൈസൽ തന്നിൽ നിന്ന് അകലുകയും ഷഹാനയോട് ക്ലോസ് ആവുകയും ചെയ്യുന്നുണ്ടെന്ന് അവൾക്ക് തോന്നാൻ തുടങ്ങി. അവർ ഷോപ്പിങ്ങിനും മറ്റും പോകുമ്പോൾ ഷഹാന സെലക്ട് ചെയ്യുന്ന സാധനങ്ങളായിരുന്നു ഫൈസലിന് കൂടുതൽ ഇഷ്ടപ്പെട്ടിരുന്നത്. മാത്രമല്ല ഷഹാനയോട് അവൻ ഫുഡ്
ഷെയർ ചെയ്ത് കഴിക്കുന്നുണ്ട്. എന്നാൽ ദിവ്യയുടെ കൂടെ അങ്ങനെ ചെയ്യുന്നുമില്ല. അങ്ങനെ പല കാര്യങ്ങളും വെച്ചിട്ട് അവൾക്ക് കുറെ ഡൗട്ടുകൾ തോന്നാൻ തുടങ്ങി. അവർ ഒരുമിച്ച് ഫോട്ടോസ് എടുക്കുന്നത് പോലും ദിവ്യക്ക് ഇഷ്ടമല്ലായിരുന്നു. അതിനിടയ്ക്ക് ഫൈസൽ ഷഹാനയോട് ചോദിക്കുന്നുണ്ട്, തന്റെ ഉമ്മയെ താൻ കൂട്ടിക്കൊണ്ടു പോകാനല്ലേ എവിടേക്ക് വന്നത്? തന്റെ ഉമ്മ വരില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ താൻ എന്ത് ചെയ്യും? അങ്ങനെ ഉമ്മ വരില്ല എന്ന് പറയുകയാണെങ്കിൽ ഞാനും ഇവിടെ എന്തെങ്കിലും ജോലി നോക്കി ഉമ്മയുടെ കൂടെ കൂടുമെന്നാണ് അവൾ പറയുന്നത്. താൻ ബിടെക് കഴിഞ്ഞതാണെങ്കിൽ ഞങ്ങളുടെ കമ്പനിയിൽ വേക്കൻസി ഉണ്ടാകുമെന്നാണ് അവൻ പറയുന്നത്. ദിവ്യ സംസാരിച്ചു കഴിഞ്ഞാൽ എന്തായാലും ജോലി കിട്ടും. ഇതും കൂടി കേട്ടതോടുകൂടി ദിവ്യയ്ക്ക് ആകെ ദേഷ്യം വരാൻ തുടങ്ങി. ഷഹാന ഇനി ഇവിടെ ജോലിക്കും കൂടെ നിന്ന് തുടങ്ങി കഴിഞ്ഞാൽ അവർ തമ്മിൽ കൂടുതൽ എടുക്കുമെന്ന് അവൾക്കറിയാമായിരുന്നു. അതുകൊണ്ട് തൽക്കാലം അവൾ അത് സീരിയസ് ആയിട്ടൊന്നും തന്നെ എടുക്കുന്നില്ല. പിന്നീടുള്ള ദിവസങ്ങളിലെല്ലാം തന്നെ ഷഹാനയിൽ നിന്നും ദിവ്യ അകലാൻ തുടങ്ങിയിരുന്നു. അത് ഷഹാനയ്ക്കും പതിയെ പതിയെ മനസ്സിലായി. അങ്ങനെ പിന്നീട് ആ ഉമ്മാനി കുടുംബം തിരിച്ചെത്തി കഴിയുമ്പോൾ അവിടെ ജോലി ചെയ്യുന്ന ആ സ്ത്രീ ഷഹാനയുടെ ഉമ്മയാണോന്നറിയാൻ വേണ്ടിയിട്ട് അവര് പോകുന്നു. എന്നാൽ ആ സ്ത്രീയെ കണ്ടയുടനെ അവള് പറയുന്നുണ്ട് ഇത് തന്റെ ഉമ്മയല്ല എന്ന്. ആ സ്ത്രീയും തന്നെ അന്വേഷിച്ച് ആരെങ്കിലും വന്നതാകുമെന്ന് കരുതിയിട്ട് ഒരുപാട് പ്രതീക്ഷയോടെയാണ് അവിടേക്ക് വന്നത്. പിന്നീട് അവർ ഷഹാനയുടെ ഉമ്മ താമസിച്ചിരുന്ന സ്ഥലത്തെ പറ്റി അന്വേഷിച്ചു പോകുമ്പോൾ ആ സ്ഥലത്ത് ഇടയ്ക്ക് ഫ്ലഡ് വന്ന് അവിടെ ഉണ്ടായിരുന്ന ഒരുപാട് വീടുകൾ ഒലിച്ചുപോയി എന്നുള്ള വാർത്ത അവർ അറിയുന്നു. ആ ന്യൂസ് ഒക്കെ കവർ ചെയ്ത ഒരു റിപ്പോർട്ടറിനെ കാണാൻ വേണ്ടിയിട്ട് അവർ പോവുകയും ആ സ്ഥലത്തിന്റെ കുറച്ച് ഫോട്ടോസും അന്നത്തെ ഫ്ലഡിന്റെ ഫോട്ടോസും എല്ലാം തന്നെ കാണുകയും ചെയ്യുന്നുണ്ട്. ഷഹാനയുടെ കയ്യിലുണ്ടായിരുന്ന ഉമ്മയുടെ ഫോട്ടോയും ആ സ്ഥലത്തിന്റെ ഫോട്ടോയും കണ്ടപ്പോൾ അവർക്ക് മനസ്സിലായി ഉമ്മ ആ സ്ഥലത്ത് താമസിച്ചിട്ടുണ്ടായിരുന്നുവെന്ന്. ഫ്ലഡിൽ മരിച്ച ആൾക്കാരുടെ കൂട്ടത്തിൽ തന്റെ ഉമ്മ ഉണ്ടായിരിക്കുമോ എന്നുള്ള പേടി അവൾക്കുണ്ടായിരുന്നു. എന്നാൽ ഫ്ലഡിന്റെ സമയത്ത് ഒരുപാട് കുടുംബങ്ങൾ ഇവിടെ നിന്ന് മാറി താമസിച്ചിട്ടുണ്ടെന്നും ഒരുപാട് പേർ യമനിലേക്ക് പോയി എന്നൊക്കെ അവർ പറയുന്നുണ്ട്. എന്താണെങ്കിലും പ്രതീക്ഷ കൈവിടാതെ അവർ കൂടുതൽ കാര്യങ്ങൾ അന്വേഷിക്കുന്നു. എംബസിയിൽ പോയിട്ട് അവിടെ അന്വേഷിക്കുന്നുണ്ട്. വേറെയും കുറച്ച് ആൾക്കാരെ പോയി കണ്ടിട്ട് ആ ഫ്ലഡിൽ മരിച്ചവരുടെ ലിസ്റ്റ് ഒക്കെ എടുക്കുന്നുണ്ട്. എന്നാൽ അതിലൊന്നും തന്നെ അവരുടെ ഉമ്മയുണ്ടായിരുന്നില്ല. അവിടെ നിന്നും കുറെ പേര് കുടിയേറി മറ്റു സ്ഥലങ്ങളിലേക്ക് പോയിട്ടുണ്ടായിരുന്നു. അങ്ങനെ ആ ഫ്ലഡ് നടന്ന ഏരിയ പോയി നോക്കുമ്പോൾ ഉമ്മ ഫോട്ടോ എടുത്തിരിക്കുന്നത് അതേ ഒരു ഏരിയയിൽ നിന്നാണെന്ന് അവൾക്ക് മനസ്സിലാകുന്നു. ഷഹാനയുടെ പ്രതീക്ഷകൾ ഓരോ ദിവസം കഴിയും തോറും നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുകയായിരുന്നു. ഇതിനിടയ്ക്ക് ദിവ്യയാകട്ടെ അവളെ എപ്പോഴും അവഗണിച്ചുകൊണ്ടേയിരുന്നു. പുറത്തേക്ക് പോകുമ്പോൾ പോലും അവൾ റിമയെ മാത്രമാണ് കൂട്ടിക്കൊണ്ടു പോയിക്കൊണ്ടിരുന്നത്. അങ്ങനെ പുറത്തുകൂടി അവർ നടക്കുന്ന സമയത്ത് ഫൈസലിന്റെ സഹോദരി അവളെ വിളിക്കുന്നുണ്ട്. ഫൈസലിന്റെ വീട്ടിൽ കല്യാണമൊക്കെ ആലോചിക്കുന്നുണ്ട്. ഫൈസലിന് അവിടെ ഒരു ഇഷ്ടമുണ്ടെന്ന് പറഞ്ഞിരുന്നു. അതിനെപ്പറ്റി സംസാരിക്കാനാണെന്ന് അവർ പറയുന്നു. എന്നാൽ ഇത് കേട്ടപ്പോൾ ദിവ്യയ്ക്ക് ദേഷ്യം വന്നിട്ട് അവൾ താൻ തിരക്കാണെന്ന് പറഞ്ഞിട്ട് പെട്ടെന്ന് ഫോൺ വെക്കുന്നു. അവൾ ഒരിക്കൽ പോലും ചിന്തിച്ചില്ല അവര് വിളിച്ചത് അവളുടെ കാര്യം തന്നെ പറയാൻ വേണ്ടിയാണെന്ന്. അതിനിടെ ഫൈസലിന് സമയമില്ലാത്തതിനാൽ ഷഹാനയാകട്ടെ സാബിക്കയോട് ഒരു ഇന്റർവ്യൂ അറ്റൻഡ് ചെയ്യാൻ പോയിരുന്നു. അവർ തിരിച്ചു വരുന്ന വിവരം അറിഞ്ഞിട്ട് പെട്ടെന്ന് തന്നെ അഫ്സൽ ആകട്ടെ തന്റെ ഓഫീസിൽ നിന്നും ഇറങ്ങുന്നു. ഇതെല്ലാം തന്നെ ദിവ്യ ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നു. അവൾ വിളിച്ചിട്ട് പോലും അവൻ വിളി കേട്ടില്ല. ഷഹാന അതിനിടയ്ക്ക് ഫർദൻ എന്ന ആളെ പരിചയപ്പെടുന്നുണ്ട്. ഒരുപാട് വർഷങ്ങളായിട്ട് അയാൾ ഇവിടെ ജോലി ചെയ്യുകയായിരുന്നു. തിരിച്ച് നാട്ടിൽ ചെന്നപ്പോൾ ആർക്കും തന്നെ അയാളെ വേണ്ട. അവസാനം അയാൾ ഇവിടേക്ക് തന്നെ തിരിച്ചു വന്നു. ഇപ്പൊ 5 വർഷമായിട്ട് അയാൾക്ക് വേണ്ടിയാണ് ജീവിക്കുന്നത്. ഫൈസൽ ഷഹാനയെ കണ്ട ശേഷം ഇന്റർവ്യൂ എങ്ങനെയൊക്കെ ഉണ്ടായിരുന്നു എന്ന് ചോദിക്കുന്നുണ്ട്. കുഴപ്പമില്ലായിരുന്നു എന്നാണ് അവൾ പറയുന്നത്. അങ്ങനെ അവർ ഒരു ചായയൊക്കെ കുടിച്ച ശേഷം അവിടെ നിന്ന് നേരെ ദിവ്യയുടെ വീട്ടിലേക്ക് പോകുന്നു. ഇതിനിടയ്ക്ക് ദിവ്യ അവനെ വിളിച്ചിട്ടുണ്ടായിരുന്നു. എന്നാൽ അവന്റെ ഫോൺ കാറിലായതുകൊണ്ട് അവനത് കണ്ടിട്ടുണ്ടായിരുന്നില്ല. തിരിച്ച് ദിവ്യയുടെ വീട്ടിൽ ഷഹാനയെ കൊണ്ട് ഇറക്കാൻ നേരത്ത് ഇതെല്ലാം തന്നെ മുകളിൽ നിന്ന് ദിവ്യ കാണുന്നുണ്ട്. ഇവളുടെ കൂടെ ആയിരുന്നുകൊണ്ടാണ് അവൻ തന്നെ ഫോൺ എടുക്കാഞ്ഞതെന്ന് അവൾ വിചാരിക്കുന്നു. അവൻ പിന്നീട് അവളെ തിരിച്ചു വിളിച്ചെങ്കിലും അവൾ മനഃപൂർവ്വം ഫോൺ എടുത്തില്ല. പിറ്റേന്ന് ഓഫീസിൽ വന്നപ്പോൾ അവൻ ചോദിക്കുന്നുണ്ട് നീ എന്താ ഫോൺ എടുക്കാഞ്ഞെന്ന്. ഞാൻ വിളിച്ച സമയത്ത് നീ എടുത്തില്ലല്ലോ എന്നാണ് അവൾ തിരിച്ചു ചോദിക്കുന്നത്. അവൾക്ക് തന്നോട് ചെറിയ ദേഷ്യമുണ്ടെന്ന് അവന് മനസ്സിലാകാൻ തുടങ്ങിയിരുന്നു. അങ്ങനെ പിറ്റേന്ന് സലീമ വന്നിട്ട് ഫൈസലിനോട് പറയുന്നുണ്ട് പോലീസുകാരിൽ നിന്ന് കിട്ടിയ ഒരു ഇൻഫർമേഷൻ അനുസരിച്ച് ഇവിടെ ബോർഡറിനടുത്ത് ഹൈമ എന്ന് പറയുന്ന സ്ഥലത്ത് ഷഹാനയുടെ ഉമ്മയാണെന്ന് തോന്നിക്കുന്ന ഒരു സ്ത്രീ താമസിക്കുന്നുണ്ടെന്ന്. അങ്ങനെയാണെങ്കിൽ നാളെ രാവിലെ തന്നെ നിങ്ങൾ എല്ലാവരും അവിടേക്ക് പോയി നോക്കാൻ പറയുന്നു. ഇവരിങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ദിവ്യയുടെ കോള് ഫൈസലിന് വരുന്നുണ്ടായിരുന്നു. അവൻ അതെല്ലാം തന്നെ കട്ട് ചെയ്യുകയാണ്. അത് കാരണം അവൾ ഒരുപാട് വിഷമത്തോടെയാണ് കിച്ചണിലേക്ക് വന്നിരിക്കുന്നത്. ആ സമയത്ത് ഫൈസലാകട്ടെ ഷഹാനയുടെ ഫോണിൽ കോൾ ചെയ്യുന്നു. ഇത് കണ്ടതും ദിവ്യക്ക് ദേഷ്യം വരാൻ തുടങ്ങി. അവൾ ഫോൺ എടുക്കുമ്പോൾ സലീമക്ക പറഞ്ഞ കാര്യങ്ങളാണ് ഫൈസൽ അവളോട് പറയുന്നത്. ഞാൻ രാവിലെ തന്നെ റെഡിയായി നിൽക്കാമെന്നും അവൾ പറയുന്നു. അവളുടെ കോൾ കട്ട് ചെയ്ത ശേഷമാണ് അവൻ ദിവ്യയെ വിളിക്കുന്നത്. ദിവ്യ ദേഷ്യത്തിൽ ആദ്യം കോൾ എടുത്തില്ല. അവൻ വീണ്ടും വീണ്ടും വിളിക്കാൻ തുടങ്ങിയപ്പോ അവൾ കോൾ എടുത്തു. അവൻ പറയുന്നുണ്ട് നാളെ ആ ഹൈമ എന്ന് പറയുന്ന സ്ഥലത്തേക്ക് പോകുന്നുണ്ട്, നീയും ഞങ്ങളുടെ കൂടെ വരാൻ. എന്നാൽ താൻ വരുന്നില്ല എന്നാണ് ദിവ്യ പറയുന്നത്. ഷഹാനയ്ക്ക് ഒരു കൂട്ടാകുമെന്ന് പറഞ്ഞെങ്കിലും അവൾ പറയുന്നുണ്ട് നിങ്ങൾ പോയി എൻജോയ് ചെയ്യാൻ, ഞാൻ വരുന്നില്ല എന്ന്. എന്നിട്ട് ദേഷ്യത്തിൽ അവൾ ഫോൺ കട്ട് ചെയ്യുകയും സ്വിച്ച് ഓഫ് ആക്കി വെക്കുകയും ചെയ്തു. ഫൈസലിന് ശരിക്കും വിഷമമായിരുന്നു. അങ്ങനെ പിറ്റേന്ന് രാവിലെ ഷഹാനയും ഫൈസലും മുജീബും ഒരു ഒമാനിയും ചേർന്നിട്ടാണ് ഹൈമ എന്ന് പറയുന്ന സ്ഥലത്തേക്ക് പോകുന്നത്. ആ ഒമാനിയായിരുന്നു വണ്ടി ഓടിച്ചുകൊണ്ടിരുന്നത്. മുജീബിനാകട്ടെ ഷുഗർ ഉണ്ടായിരുന്നു. അതുകൊണ്ട് അവൻ ഇടയ്ക്ക് ഇൻസുലിൻ എടുക്കാറുണ്ട്. മാത്രമല്ല ബാക്കി ആരും കാണാതെ അവൻ തന്റെ കയ്യിൽ കരുതിയിരുന്ന മദ്യം ഇടയ്ക്കിടയ്ക്ക് കുടിക്കുന്നുമുണ്ട്. അങ്ങനെ അവർ പോകുന്ന വഴിക്ക് ആ ഒമാനിയുടെ വീട്ടിൽ കയറുന്നുണ്ട്. അവിടെയും ഒരു മലയാളിയായ സ്ത്രീ ജോലി ചെയ്യുന്നുണ്ടായിരുന്നു. അവിടെ നിന്ന് ആഹാരം എല്ലാം കഴിച്ച ശേഷമാണ് അവർ ഇറങ്ങുന്നത്. അതിനിടയ്ക്ക് വെച്ചിട്ട് ഫൈസൽ പലതവണ ദിയെ വിളിച്ചെങ്കിലും അവൾ ഫോൺ എടുത്തില്ല. അതിനിടയ്ക്ക് സലീം അവരെ വിളിച്ചിട്ട് പറയുന്നുണ്ട് പോകുന്ന വഴിക്ക് ബൈജു എന്ന് പറയുന്ന ഒരാളുടെ അടുത്ത് കയറിയിട്ട് ഈ ഹൈമയിൽ സ്ത്രീകളുടെ അഡ്രസ്സ് വാങ്ങണമെന്ന്. അങ്ങനെ അവർ അവിടെ കയറി അഡ്രസ്സ് വാങ്ങിയിട്ടാണ് പോകുന്നത്. കുറെ ദൂരം മുന്നോട്ട് പോയി കഴിയുമ്പോൾ മുജീബ് പറയുന്നുണ്ട് ഈ ഒരു ഏരിയയിൽ കിടിലൊരു സൺസെറ്റ് ഉണ്ടെന്ന്. നമ്മൾ എന്തായാലും ഇവിടെ വരെ വന്നതാ. ഒമാനിൽ വന്നിട്ട് ഈ ഒരു സൺസെറ്റ് കണ്ടില്ലെങ്കിൽ അത് വലിയ നഷ്ടം തന്നെയാണ്. അത് കണ്ടിട്ട് പോകാമെന്ന് മുജീബ് പറയുന്നു. എന്നാൽ നമ്മൾ ഓൾറെഡി ലേറ്റ് ആയി, ഇനി പോകണമെന്ന് ചോദിക്കും
ചോദിക്കുമ്പോൾ ആ ഒമാനിയും പറയുന്നുണ്ട് ആ സൺസെറ്റ് കാണാൻ അത്രയധികം ബ്യൂട്ടിഫുൾ ആണെന്ന്. അവസാനം എല്ലാവരും ആ സൺസെറ്റ് കണ്ടിട്ട് പോകാൻ വേണ്ടി തീരുമാനിക്കുന്നു. അങ്ങനെ മെയിൻ റോഡിൽ നിന്നും ആ മരുഭൂമിയുടെ കുറച്ചുള്ളിലേക്ക് അവർ വണ്ടിയുമായിട്ട് പോയി. അവിടെ നിന്ന് ആ മനോഹരമായ സൺസെറ്റ് എല്ലാം തന്നെ അവർ കാണുന്നു. അതിനിടയ്ക്ക് മാറി നിന്ന് ഫൈസലാകട്ടെ ദിവ്യയ്ക്ക് ഒരു വോയിസ് മെസ്സേജ് അയക്കുന്നുണ്ട്. ഞങ്ങൾ പോകുന്ന വഴിക്ക് ഒരു സൺസെറ്റ് കണ്ടുവെന്നും ഈ ഒരു നിമിഷം നീ എന്റെ കൂടെ ഉണ്ടായിരുന്നെങ്കിൽ എന്ന് ഞാൻ ഒരുപാട് ആഗ്രഹിച്ചിരുന്നു എന്നും അവൻ പറയുന്നു. മാത്രമല്ല ഷഹാനയോട് ഞാൻ എടുക്കുന്നത് നിനക്ക് ഒട്ടും തന്നെ ഇഷ്ടമല്ല എന്ന് എനിക്കറിയാം. എന്നാൽ ഞങ്ങൾ തമ്മിൽ നീ വിചാരിക്കുന്ന പോലെ ഒന്നും തന്നെയില്ല. അവൾ എനിക്ക് സഹോദരിയെ പോലെയാണ്. ഞാൻ നിന്നെയാണ് ഏറ്റവും കൂടുതൽ സ്നേഹിക്കുന്നത്. നിന്നെ വിവാഹം കഴിക്കാനും ഞാൻ ആഗ്രഹിക്കുന്നുണ്ട്. അങ്ങനെ തന്റെ മനസ്സിലെ ഇഷ്ടം മുഴുവൻ അവൻ ആ വോയിസ് മെസ്സേജിലൂടെ അവൾക്ക് അയക്കുന്നു. ആ മെസ്സേജ് അവൻ സെൻഡ് ആക്കിയെങ്കിലും അവൾ അത് ഓപ്പൺ ആക്കിയിട്ടുണ്ടായിരുന്നില്ല. പിന്നീട് അവർ വണ്ടിയിൽ കയറി അവിടെ നിന്നും തിരിച്ചു പോകാൻ തുടങ്ങി. അവൻ 1-2 മെസ്സേജുകളൂടെ അയച്ചെങ്കിലും അതൊന്നും തന്നെ ഡെലിവർ ആകുന്നുണ്ടായിരുന്നില്ല. ആ ഒരു ഏരിയയിൽ നെറ്റ്വർക്ക് പോയിട്ടുണ്ടായിരുന്നു. കുറെ ദൂരം വണ്ടി ഓടി കഴിയുമ്പോൾ ആ ഒമാനി പറയുന്നുണ്ട് നമുക്ക് വഴി തെറ്റിയെന്ന്. മെയിൻ റോഡ് എത്തുന്നതേയില്ല. പുറത്തിറങ്ങി അവരെല്ലാവരും ഫോണിലെ റേഞ്ച് നോക്കുമ്പോൾ ഒന്നിലും തന്നെ റേഞ്ച് ഇല്ല. മാപ്പ് ഇടാനും പറ്റില്ല. അവരുടെ കയ്യിൽ 1-2 കുപ്പി വെള്ളവും കുറച്ച് ബിസ്ക്കറ്റ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അത് താൻ കഴിച്ചോട്ടെ എന്ന് മുജീബ് ചോദിക്കുന്നു. തനിക്ക് ഷുഗർ ഉള്ളതാണെന്നും പറയുന്നു. കഴിച്ചോളാൻ അവർ സമ്മതവും കൊടുക്കുന്നുണ്ട്. തൽക്കാലം ഈ രാത്രിയിൽ എവിടെയാണ് വഴിയെന്ന് കറക്റ്റായിട്ട് അവർക്ക് കണ്ടുപിടിക്കാൻ സാധിക്കില്ല. അതുകൊണ്ട് വണ്ടിയിൽ തന്നെ കിടന്നുറങ്ങിയിട്ട് പകല് നോക്കാമെന്ന് അവർ വിചാരിക്കുകയാണ്. അങ്ങനെ മുജീബ് ആ വെള്ളവും ബിസ്ക്കറ്റും കഴിക്കുന്നു. രാത്രിയിൽ എല്ലാവരും തന്നെ വണ്ടിയിൽ തന്നെ കിടന്നുറങ്ങി. പിറ്റേന്ന് രാവിലെ ദിവ്യ ഓഫീസിലേക്ക് ഇറങ്ങുന്ന നേരത്ത് റിമയാകട്ടെ അവളോട് പറയുന്നുണ്ട് ഷഹാനെ വിളിച്ചിട്ട് കിട്ടുന്നില്ല, ഇപ്പോഴും നോട്ട് റീച്ചബിൾ ആണെന്ന്. അവൾ വരുമ്പോ വരട്ടെ നമുക്ക് പോകാമെന്ന് പറഞ്ഞിട്ട് അവർ നേരെ ഓഫീസിലേക്ക് പോയി. ദിവ്യ അപ്പോഴും ഫൈസലിന്റെ മെസ്സേജ് നോക്കിയിട്ടുണ്ടായിരുന്നില്ല. രാവിലെ അവർ പുറത്തേക്ക് ഇറങ്ങി എല്ലായിടത്തും നോക്കിയെങ്കിലും ചുറ്റും തന്നെ മണല് മാത്രമാണ് ഉണ്ടായിരുന്നത്. റോഡ് എങ്ങും തന്നെ കാണുന്നില്ല. നിന്റെ ഈ സൺസെറ്റ് കാണാനുള്ള മോഹം കാരണോ നമ്മൾ ഇവിടെ കുടുങ്ങിപ്പോയതെന്ന് ഫൈസൽ മുജീബിനോട് പറയുന്നു. അവിടെയാകട്ടെ ഏകദേശം 50 ഡിഗ്രി ചൂടുണ്ടായിരുന്നു. എല്ലാവരും നല്ലപോലെ ദാഹിച്ച് വലിഞ്ഞിരിക്കുകയാണ്. മുജീബ് വെള്ളമെടുത്ത് മുഖം കഴുകുന്ന കണ്ടിട്ട് ഫൈസൽ അവന്റെ കയ്യിൽ നിന്നും വെള്ളം വാങ്ങി വെക്കുന്നു. കുടിക്കാൻ പോലും ഇവിടെ വെള്ളമില്ല, അതിനിടയ്ക്ക് നീ മുഖം കഴുകണ്ടെന്ന് പറയുന്നു. ഓഫീസിലെത്തി കഴിഞ്ഞിട്ട് ദിവ്യയാകട്ടെ ഫൈസലിനെ വിളിച്ചിട്ട് കിട്ടാത്ത കാരണം ഷാബിക്കെ വിളിച്ച് ചോദിക്കുന്നുണ്ട്. അവരെ ആരെയും തന്നെ വിളിച്ചിട്ട് കിട്ടുന്നില്ല എന്നറിഞ്ഞപ്പോ എല്ലാവരും ടെൻഷനിലായി. അവരേകദേശം പോയിട്ട് തിരിച്ചു വരേണ്ട സമയമായിരുന്നു. അങ്ങനെ ഫൈസലിനെ അന്വേഷിച്ച് അവരുടെ വീട്ടിൽ പോയെങ്കിലും അവിടെ അവർ തിരിച്ചെത്തിയിട്ടുണ്ടായിരുന്നില്ല. സലീമും കാര്യങ്ങൾ അറിഞ്ഞിട്ട് എല്ലാവരെയും വിളിച്ചു നോക്കിയെങ്കിലും എവിടെ നിന്നും അവരുടെ ഒരു വിവരവും കിട്ടിയില്ല. അതേസമയം മരുഭൂമിയിൽ കുടുങ്ങിപ്പോയ അവരാകട്ടെ തങ്ങളുടെ വണ്ടി സ്റ്റാർട്ട് ചെയ്ത് അവിടെ നിന്ന് പോകാൻ നേരത്ത് ആ വണ്ടി മണലിൽ താഴ്ന്നുപോയി. അവർ കുറെ നേരം ശ്രമിച്ചെങ്കിലും അവർക്ക് മുകളിലേക്ക് പോകാൻ സാധിച്ചില്ല. ചൂട് കാരണം എല്ലാവരും തളർന്നിരുന്നു. കയ്യിലുണ്ടായിരുന്ന വെള്ളം കുറേശ്ശെയായിട്ട് എല്ലാവരും കുടിച്ചു തീർക്കാൻ തുടങ്ങി. അവരെ ഇത്രയും നേരമായിട്ടും കാണാത്ത കാരണം സലീമും സാബിക്കയും ചേർന്നിട്ട് നേരെ പോലീസ് സ്റ്റേഷനിൽ കംപ്ലൈന്റ് കൊടുക്കുന്നു. ഹൈമ എന്ന് പറയുന്ന സ്ഥലത്ത് അവർ സ്ത്രീയെ കാണാൻ പോയതായിരുന്നല്ലോ, അവിടെ അവർ എത്തിയിട്ടില്ല എന്ന് ഇവർക്ക് മനസ്സിലായി. അതിനർത്ഥം അതിനിടയിൽ വെച്ചിട്ട് എവിടെയോ അവർ മിസ്സായിരിക്കുന്നു എന്നതാണ്. ചൂട് കാരണം കാറിലെ AC ഇടാൻ വേണ്ടിയിട്ട് മുജീബ് പറയുന്നുണ്ടെങ്കിലും ആ ഒമാനി പറയുന്നുണ്ട് അങ്ങനെ ചെയ്യാൻ പറ്റില്ല, പെട്രോൾ മുഴുവൻ തീർന്നു പോകുമെന്ന്. ആകെപ്പാടെ നമ്മുടെ കയ്യിൽ കുറച്ച് എണ്ണ മാത്രമേ ഉള്ളൂ, അതും കൂടെ തീർത്തു കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ നിന്നും പോകാൻ സാധിക്കില്ല. അതിനിടയ്ക്ക് ഷഹാനിക്ക് നല്ല പോലെ വയറുവേദനിക്കാൻ തുടങ്ങി. പീരീഡ്സിന്റെ വേദനയാണെന്ന് അവൾ പറയുന്നു. കയ്യിൽ പാഡ് ഉണ്ടോ എന്ന് ഫൈസൽ ചോദിക്കുമ്പോൾ ഉണ്ടെന്നാണ് അവൾ പറയുന്നത്. അങ്ങനെ അവരെല്ലാവരും പുറത്തിറങ്ങി നിൽക്കുന്നു. അവൾ വണ്ടിയിലിരുന്ന് തന്നെ പാഡ് ചേഞ്ച് ചെയ്യുകയാണ്. എല്ലാം പെട്ടെന്ന് വേണമെന്ന് അവൻ പറയുന്നുണ്ട്. പുറത്ത് അധിക നേരം നിൽക്കാൻ പറ്റില്ലായിരുന്നു, അത്രയ്ക്ക് ചൂടാണ്. അത് കഴിഞ്ഞ് വൈകുന്നേരം ആവാൻ തുടങ്ങുമ്പോഴേക്കും അവർ വീണ്ടും പുറത്തിറങ്ങി വണ്ടി തള്ളാൻ ആരംഭിച്ചു. ഒരു വിധത്തില് വണ്ടി മുകളിലേക്ക് തള്ളിക്കയറ്റി. വീണ്ടും കുറെ മുന്നോട്ട് പോയെങ്കിലും അവർക്ക് എവിടെയും റോഡ് കണ്ടെത്താൻ സാധിച്ചില്ല. പക്ഷെ ഇവർ വണ്ടിയും കൊണ്ട് നേരെ പോകുന്നത് ഓപ്പോസിറ്റ് റൂട്ടിലേക്കാണ്. ഹൈമയ്ക്ക് പോകേണ്ട റൂട്ടിൽ നിന്നും ഓപ്പോസിറ്റ് വലിയൊരു മരുഭൂമിയായിരുന്നു ഉണ്ടായിരുന്നത്. അത് ഡേഞ്ചർ ആയിട്ടുള്ള ആ മരുഭൂമിയിലേക്കാണ് ഇവർ അറിയാതെ വണ്ടി ഓടിച്ചു പോകുന്നത്. ദിവ്യ എല്ലാവരെയും മാറി മാറി വിളിക്കുന്നുണ്ടായിരുന്നു. അങ്ങനെ കാറിന് പുറത്തിരിക്കുന്ന സമയത്താകട്ടെ മുജീബിന്റെ കയ്യിലേക്ക് ഒരു തേള് വന്ന് കടിക്കുന്നു. അവൻ നിലവിളിക്കാൻ തുടങ്ങി. ഒമാനി വന്ന് അവനോട് പറയുന്നുണ്ട് പേടിക്കണ്ട, അത് അത്രയ്ക്ക് വിഷമൊന്നും ഉള്ളതല്ല എന്ന്. അവന് വെള്ളം കൊടുക്കാൻ വേണ്ടിയിട്ട് അവർ വീണ്ടും വണ്ടിക്ക് അടുത്തേക്ക് വരുമ്പോ ആ ഒമാനിയാകട്ടെ ഫൈസലിനോട് പറയുന്നുണ്ട് അയാളോട് ഞാൻ പേടിക്കണ്ടെന്ന് പറഞ്ഞെങ്കിലും സംഭവം കുറച്ച് സീരിയസ് ആണ്. അത് വിഷമുള്ള ഒരുതരം തേളാണ്, മുറിവ് അത്രയ്ക്ക് വലുതൊന്നുമല്ല, എന്നാലും ഒന്ന് സൂക്ഷിക്കുന്നത് നല്ലതാ. തൽക്കാലം അയാളോട് പറയണ്ട, അയാൾ അറിഞ്ഞു കഴിഞ്ഞാൽ നല്ല പോലെ പേടിക്കും. അങ്ങനെ അവർ വണ്ടിയെടുത്ത് വീണ്ടും കുറെ ദൂരം കൂടെ മുന്നോട്ട് പോയി. അതിനിടയ്ക്ക് മുജീബിന് വൊമിറ്റ് ചെയ്യാൻ വരുന്നുണ്ടായിരുന്നു. അയാൾ ദൂരേക്ക് പോയി വെള്ള കളറിൽ വൊമിറ്റ് ചെയ്യാൻ തുടങ്ങി. എന്നിട്ട് തലകറങ്ങി വീഴുകയും ചെയ്തു. ഇതോടുകൂടി എല്ലാവരും പേടിച്ച് ആകെ പാനിക്കായി. വെള്ളം എടുത്തുകൊണ്ട് വരാൻ ഫൈസൽ പറഞ്ഞെങ്കിലും വണ്ടിയിൽ എങ്ങും തന്നെ ഒരു തുള്ളി വെള്ളം പോലും ഉണ്ടായിരുന്നില്ല. അവസാനം മുജീബിന്റെ ബാഗിലുണ്ടായിരുന്ന ആൽക്കഹോളും എടുത്തിട്ടാണ് ആ ഒമാനി വരുന്നത്. അപ്പോഴേക്കും മുജീബിന് ബോധം വന്നിട്ടുണ്ടായിരുന്നു. അയാൾ അത് കുടിച്ചിട്ട് റിലാക്സ് ആയിട്ട് അവിടെ ഇരിക്കുന്നു. തനിക്ക് വേറെ പ്രശ്നമൊന്നും തന്നെ ഇല്ലാന്നാണ് മുജീബ് പറയുന്നത്. അതിനിടെ ഫൈസൽ അയച്ച ആ വോയിസ് മെസ്സേജ് കേട്ട ശേഷം ദിവ്യയാകട്ടെ സലീമയ്ക്ക് വിളിച്ചിട്ട് പറയുന്നുണ്ട് അവസാനം അവരൊരു സൺസെറ്റിനെ പറ്റിയാണ് സംസാരിച്ചതെന്ന്. അങ്ങനെയാണെങ്കിൽ അവർ ഏത് സ്ഥലത്തേക്കായിരിക്കും അവസാനമായിട്ട് പോയിട്ടുണ്ടാകുക എന്നത് അവർ ഊഹിക്കുന്നു. അങ്ങനെ അവർ രണ്ടാമത്തെ ദിവസവും അവിടെ കുടുങ്ങി തന്നെ കിടക്കുകയാണ്. അന്ന് രാത്രിയായി. രാത്രിയിൽ മാത്രമേ നമുക്ക് നടന്നു പോയി റോഡ് എവിടെയെങ്കിലും ഉണ്ടോ എന്ന് നോക്കാൻ പറ്റൂ. പകൽ നല്ല ചൂടായത് കാരണം പുറത്തേക്ക് ഇറങ്ങാൻ പറ്റില്ല. മുജീബിനും ഷഹാനിക്കും തീരെ വയ്യാത്ത കാരണം അവരെ രണ്ടുപേരും വണ്ടിയിലിരുത്തിയിട്ട് ഫൈസലും ഒമാനിയും ചേർന്നിട്ട് കുറച്ചു ദൂരം മുന്നോട്ട് പോയി നോക്കുന്നു. സ്റ്റേഷനിൽ കംപ്ലൈന്റ് കൊടുത്തതിൽ നിന്നും അവരന്വേഷിക്കുമ്പോൾ ലാസ്റ്റ് ആയിട്ട് അവരുടെ വണ്ടി കടന്നുപോയ ഒരു CCTV ദൃശ്യം അവർക്ക് കിട്ടുന്നുണ്ട്. അങ്ങനെ അവരുടെ ലാസ്റ്റ് ലൊക്കേഷൻ കേന്ദ്രീകരിച്ച് അവർ അന്വേഷണം ആരംഭിച്ചിരുന്നു. ഫൈസലും ഒമാനിയും കുറെ ദൂരം പോയെങ്കിലും എവിടെ
എവിടെയും തന്നെ റോഡൊന്നും തന്നെ കണ്ടില്ല. ഷഹാനെ ആകട്ടെ ആകെ സങ്കടത്തിലുമാണ്. മുജീബ് ഷഹാനോട് പറയുന്നുണ്ട്, തന്റെ ഭാര്യ ഇപ്പൊ വിളിച്ചിട്ട് ഫോണിൽ കിട്ടാത്തത് കാരണം ടെൻഷൻ അടിച്ചിരിപ്പായിരിക്കും. ഞാൻ അവളെ ഒരു രീതിയിലും പരിഗണിച്ചിട്ടില്ല. ഇപ്പൊ അതെല്ലാം ആലോചിച്ചിട്ട് എനിക്ക് വിഷമം തോന്നുന്നു. അയാൾ പറഞ്ഞ പോലെ തന്നെ അയാളുടെ വൈഫ് നാട്ടില് ആകെ ടെൻഷൻ അടിച്ചിരിപ്പായിരുന്നു. ഉപ്പ വന്ന് അവളോട് പറയുന്നുണ്ട് അവൻ സ്ഥിരം ഏതെങ്കിലും കൂട്ടുകാരുടെ കൂടെ കറങ്ങാൻ പോയതായിരിക്കുമെന്ന്. എന്നാൽ അവള് പറയുന്നുണ്ട് എനിക്കങ്ങനെ തോന്നുന്നില്ല, എന്തോ പ്രശ്നമുള്ളതായിട്ടാ തോന്നുന്നതെന്ന്. പോലീസുകാര് ആ ഏരിയയിൽ പലയിടത്തും പോയി അന്വേഷിച്ചെങ്കിലും എവിടെയും തന്നെ ഇവരുടെ വണ്ടി കണ്ടെത്തുന്നുണ്ടായിരുന്നില്ല. കുറച്ചുനേരം കഴിഞ്ഞപ്പോ ശക്തമായിട്ട് പൊടിക്കാറ്റ് വീശാൻ തുടങ്ങി. ഫൈസലും ഒമാനിയും ആകെ പെട്ടു നിൽക്കുകയാണ്. ഷഹാന മുജീബിനോട് പറയുന്നുണ്ട് പെട്ടെന്ന് വണ്ടിയുടെ ഗ്ലാസുകളെല്ലാം തന്നെ ഇടാൻ. അവള് നല്ലപോലെ പേടിച്ചിട്ടുണ്ടായിരുന്നു. ഉള്ളിലേക്കും ഒരുപാട് പൊടി കയറിയിട്ടുണ്ട്. അവരെ സെർച്ച് ചെയ്തിറങ്ങിയ വണ്ടിക്കും മുന്നോട്ട് പോകാൻ സാധിച്ചില്ല. പോലീസുകാരെല്ലാം തന്നെ അവിടെ സ്റ്റക്കായിട്ട് നിൽക്കുകയാണ്. അങ്ങനെ എങ്ങനെയൊക്കെയോ പൊടിക്കാറ്റിനെ അതിജീവിച്ച് ഫൈസലും ഒമാനിയും തിരിച്ച് കാറിലേക്ക് വന്നു കയറി. പോലീസുകാർ സലീമിനോടും കൂട്ടരോടും പറയുന്നുണ്ട് റെസ്ക്യൂ ഓപ്പറേഷൻ പൊടിക്കാറ്റ് കാരണം തടസ്സപ്പെട്ടിരിക്കുകയാണെന്ന്. അങ്ങനെ രണ്ടാമത്തെ രാത്രിയും അവർ ആ വണ്ടിയിൽ തന്നെ കഴിച്ചുകൂട്ടി. പിറ്റേന്ന് രാവിലെ റെസ്ക്യൂ ക്യാമ്പ് ഓപ്പൺ ആക്കിയിട്ട് ഇവരെ തെരയാൻ വേണ്ടിയിട്ട് ഒരുപാട് ആൾക്കാർ വരാനിരിക്കുകയായിരുന്നു. രാവിലെ എഴുന്നേറ്റ് നോക്കുമ്പോൾ ഫൈസൽ കാണുന്നത് ഷഹാന അവിടെ നിന്ന് വൊമിറ്റ് ചെയ്യുന്നതാണ്. അവൾ നല്ലപോലെ ക്ഷീണിച്ച് അവശയായിരുന്നു. ഒരു തുള്ളി വെള്ളം പോലും അവൾക്ക് കൊടുക്കാനുണ്ടായിരുന്നില്ല. അവസാനം ഒമാനിയാകട്ടെ കാറിന്റെ വൈപ്പറിലുണ്ടായിരുന്ന ആ ഒരു വെള്ളം ശേഖരിച്ചിട്ട് അവൾക്ക് കുടിക്കാൻ കൊണ്ടു കൊടുക്കുന്നു. ഏകദേശം 1.5 ദിവസമായിട്ട് ഇവർ ആഹാരം ഒന്നും തന്നെ കഴിച്ചിട്ടില്ല. അവസാനത്തുള്ളി വെള്ളവും ഇവരുടെ കയ്യിൽ നിന്ന് തീർന്നു പോയിരിക്കുന്നു. ഇനി സർവൈവ് ചെയ്യുക എന്ന് പറയുന്നത് വളരെയധികം ദുഷ്കരമായ കാര്യമാണ്. റെസ്ക്യൂ ടീം ക്യാമ്പ് ഓപ്പൺ ചെയ്തിട്ട് പല വഴിക്ക് ഇവരെ അന്വേഷിച്ചു പുറപ്പെട്ടു. ടൗണിൽ നിന്നും ഏകദേശം 230ഓളം കിലോമീറ്റർ ഉള്ളിലായിരുന്നു ഇവരിപ്പോഴുണ്ടായിരുന്നത്. ഹെലികോപ്റ്ററിന്റെ സഹായവും ഇവർ തേടിയിട്ടുണ്ടായിരുന്നു. ഇവിടെ ഷഹാനയുടെ എല്ലാ പ്രതീക്ഷയും നഷ്ടപ്പെട്ടിരുന്നു. തന്റെ ഉമ്മയെ തനിക്ക് ഒരിക്കലും കാണാൻ സാധിക്കില്ലായിരിക്കുമെന്ന് അവൾ ഫൈസലിനോട് പറയുന്നു. അവരുടെ വണ്ടിയുടെ പെട്രോൾ തീർന്ന കാരണം ഇനിയിപ്പോ നടന്നു മാത്രമേ അവർക്ക് പോകാൻ സാധിക്കൂ. അങ്ങനെ അവർ 4 പേരും ചേർന്നിട്ട് ഇറങ്ങി നടക്കാൻ ആരംഭിച്ചു. 3 മലയാളികളും ഒരു ഒമാനിയും ഈ മരുഭൂമിയിൽ പെട്ടുപോയ ന്യൂസ് എല്ലാം തന്നെ എല്ലാരും കാണുന്നുണ്ട്. നാട്ടിലുള്ള ഫൈസലിന്റെ കുടുംബവും മുജീബിന്റെ കുടുംബവും ഇതറിയുന്നതോടുകൂടി ആകെ തകർന്ന അവസ്ഥയിലായിരുന്നു. ആ ഒമാനിയുടെ കുടുംബവും ആകെ ടെൻഷനിലാണ്. ഇവരെ 4 പേരെയും രക്ഷിക്കാൻ വേണ്ടിയിട്ട് റെസ്ക്യൂ ഓപ്പറേഷൻ തകൃതിയായിട്ട് നടന്നുകൊണ്ടിരിക്കുകയാണ്. എന്നാൽ അതിന്റെ ഇടയ്ക്ക് വീണ്ടും പൊടിക്കാറ്റ് ആരംഭിച്ചു. 4 പേരും അവശനിലയിലായിരുന്നു. പലയിടങ്ങളിലേക്ക് കാറ്റ് അവരെ കൊണ്ടുപോയെങ്കിലും എങ്ങനെയൊക്കെയോ അവർ ഒരുമിച്ച് ചേർന്ന് പിടിച്ചു നിൽക്കാൻ ശ്രമിച്ചുകൊണ്ടേയിരിക്കുകയാണ്. ദിവ്യ ആകെ സങ്കടത്തിലായിരുന്നു. ഫൈസൽ അവസാനം അയച്ച മെസ്സേജ് അവൾ വീണ്ടും വീണ്ടും കേട്ടുകൊണ്ടേയിരുന്നു. കാര്യങ്ങൾ എന്തായെന്നറിയാൻ അവൾ പലതവണ സലീമിക്കെ വിളിക്കുന്നുണ്ട്. പൊടിക്കാറ്റ് കാരണം അവർ വീണ്ടും റെസ്ക്യൂ ഓപ്പറേഷൻ നിർത്തിവെച്ചിരിക്കുകയാണ്. മാത്രമല്ല എന്ത് നേരിടാൻ നിങ്ങൾ തയ്യാറാകണമെന്നും ആ പോലീസ് ഓഫീസർ പറയുന്നുണ്ട്. ഏകദേശം 48 മണിക്കൂറായി അവരെ കാണാതായിട്ട്. ഭക്ഷണവും വെള്ളമില്ലാതെ അവർക്ക് അധികം നേരം സർവൈവ് ചെയ്യാൻ പറ്റില്ല. 50 ഡിഗ്രി ചൂടാണ് പുറത്തുള്ളത്. അങ്ങനെ ആ രാത്രിയും അവരെ കണ്ടെത്താൻ സാധിക്കാതെ കടന്നുപോയി. അവർ പൊടിക്കാറ്റിനെ അതിജീവിച്ചുകൊണ്ടേയിരിക്കുകയാണ്. പിറ്റേന്ന് രാവിലെ വീണ്ടും റെസ്ക്യൂ ഓപ്പറേഷൻ ആരംഭിച്ചു. അവസാന ഹെലികോപ്റ്റർ അവരുടെ കാറ് കണ്ടെത്തുകയും അത് അപ്പൊ തന്നെ റിപ്പോർട്ട് ചെയ്യുകയും ചെയ്യുന്നുണ്ട്. എന്നാൽ ആ കാറിലൊന്നും തന്നെ അവരുണ്ടായിരുന്നില്ല. കൂടുതൽ വണ്ടികൾ അവിടേക്ക് പോയി സെർച്ച് ചെയ്യുമ്പോൾ അവരെ പലയിടത്തു നിന്നും ഇവർ കണ്ടെത്തുന്നു. എല്ലാവരും അബോധാവസ്ഥയിലായിരുന്നു. പെട്ടെന്ന് തന്നെ എയർ ആംബുലൻസിൽ അവരെ ഹോസ്പിറ്റലിലേക്ക് എത്തിച്ചു. പോലീസ് ഓഫീസർ സലീമിനോടും കൂട്ടരോടും അവരുടെ അവസ്ഥയെപ്പറ്റി പറയുന്നുണ്ട്. അതിലൊരാളുടെ കണ്ടീഷൻ സീരിയസ് ആണ്. അത് ആരാണെന്ന് മാത്രം തനിക്ക് അറിയില്ലെന്നും പോലീസുകാരൻ പറയുന്നു. അങ്ങനെ ഇവരെല്ലാവരും ഹോസ്പിറ്റലിലേക്ക് പോവുകയാണ്. പോകുന്ന വഴിയിൽ സലീമിന് കോള് വരുന്നുണ്ട്. ആ 4 പേരിൽ ഒരാൾ മരിച്ചുവെന്ന്. അത് ആരാണെന്നുള്ള കാര്യം അവർക്ക് ഇപ്പോഴും കൺഫേം ആയിട്ടുണ്ടായിരുന്നില്ല. അങ്ങനെ ഒരുപാട് ടെൻഷനോട് കൂടിയാണ് അവർ ഹോസ്പിറ്റലിലേക്ക് എത്തുന്നത്. ആദ്യം ചെന്ന് നോക്കുമ്പോൾ ഐസിയുവിൽ കിടക്കുന്നത് ആ ഒമാനിയായിരുന്നു. രണ്ടാമത് ഫൈസലിനെയും മൂന്നാമത് മുജീബിനെയും കണ്ടു. അതോടെ അവർക്ക് മനസ്സിലായി മരിച്ചത് ഷഹാനയാണെന്ന്. ഉമ്മയെ തേടിയുള്ള യാത്രയിൽ അവസാനം അവളുടെ ഉമ്മ പോയിടത്തേക്ക് തന്നെ അവളും പോയിരിക്കാം. അവളുടെ വീട്ടുകാരെ പറ്റിയുള്ള ഡീറ്റെയിൽസ് ഒന്നും തന്നെ ഇവർക്ക് അറിയില്ല. അവളുടെ ഫോൺ ഓൺ ആക്കി എന്തെങ്കിലും ഡീറ്റെയിൽസ് കിട്ടുമോ എന്ന് നോക്കാൻ വേണ്ടിയിട്ട് പോലീസുകാർ കൊണ്ടുകൊടുത്ത അവളുടെ ഫോൺ അവർ ചാർജിനിടുന്നു. അത് ഓൺ ആകുന്നതോടുകൂടി ഷഹാന എപ്പോഴും ദിവ്യയ്ക്ക് അയച്ചിരുന്ന ഒരു മെസ്സേജ് ദിവ്യയുടെ ഫോണിലേക്ക് വരുന്നു. ദിവ്യയ്ക്ക് തന്നോട് ദേഷ്യമുണ്ടെന്ന് എനിക്കറിയാമെന്നും താനും ഫൈസലും തമ്മിൽ നീ വിചാരിക്കുന്ന പോലെ ഒന്നും തന്നെ ഇല്ല എന്നും ഫൈസലിന് നിന്നെ ഒരുപാട് ഇഷ്ടമാണെന്നുമാണ് ഷഹാന അതിൽ പറയുന്നത്. തന്നെ വിഷമിക്കുന്ന രീതിയിൽ എന്തെങ്കിലും ഞാൻ ചെയ്തിട്ടുണ്ടെങ്കിൽ അതിനെല്ലാം ഒരുപാട് മാപ്പും അവൾ പറയുന്നുണ്ടായിരുന്നു. ദിവ്യ ഇതെല്ലാം കേട്ട് കരയാൻ തുടങ്ങി. അങ്ങനെ അമ്മയെ തേടിയുള്ള യാത്രയിൽ ഷഹാന മരിച്ചു. പക്ഷെ പിന്നീട് അവസാനമായിട്ട് ഒരു സീൻ കൂടി കാണിക്കുന്നുണ്ട്. ഫൈസലിന്റെ വീടിന് അടുത്തായിട്ടുള്ള വീട്ടില് ഒമാനികൾ ഇരുന്ന് ആഹാരം കഴിക്കുകയാണ്. അവിടുത്തെ ന്യൂസിലും ഷഹാനെ പറ്റിയും അവൾ തേടി വന്ന ഉമ്മയെ പറ്റിയും എല്ലാം തന്നെയാണ് പറയുന്നത്. പക്ഷെ അവരാരും അത് ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നില്ല. ആ ന്യൂസിൽ കാണിക്കുന്ന അവരുടെ ക്ലിയർ ആയിട്ടുള്ള പിക്ചറും അവിടെ ജോലി ചെയ്യുന്ന സ്ത്രീയുടെ മുഖവും കണ്ടാൽ അറിയാം ആ സ്ത്രീ ഷഹാനയുടെ അമ്മയാണെന്ന്. അവർക്ക് കയ്യെത്താവുന്ന ദൂരത്ത് ഷഹാനയുടെ ഉമ്മ ഉണ്ടായിരുന്നിട്ട് പോലും അവർക്ക് കണ്ടെത്താൻ സാധിച്ചില്ല. അവിടെയാണ് ഈ ഒരു മൂവി അവസാനിക്കുന്നത്. ഈ മൂവിയുടെ സ്റ്റോറി എങ്ങനെ ഉണ്ടായിരുന്നു എന്ന് നിങ്ങൾ താഴെ കമന്റ് ചെയ്യുക. എക്സ്പ്ലനേഷൻ ഇഷ്ടപ്പെട്ടെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കണ്ട.